മാളു ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതു പുറത്തേക്കിറങ്ങിയതും അവളുടെ കണ്ണുകൾ അമ്പലമുറ്റത്തെ ആലിൻ ചുവട്ടിലേക്ക് പാഞ്ഞു. മനുവിനെ കണ്ടതും അവളുടെ മിഴികളിലൂറിയ പുഞ്ചിരി അധരങ്ങളിലും വിരിഞ്ഞു. 2 വർഷമായി സ്ഥിരമായുള്ള കാഴ്ചയാണിത്. എല്ലാ മാസം 1-ാം തീയതിയും താൻ അമ്പലത്തിൽ വരുമെന്നറിഞ്ഞുള്ള ഈ കാത്തിരിപ്പ്. കൂടെ വന്ന കൂട്ടുകാരിയുടെ കണ്ണു വെട്ടിച്ചു അവൾ പതിയെ അവനരികിലേക്ക് ചെന്നു. താൻ അടുത്തേക്ക് ചെല്ലും തോറും ആ ചൊടിയിൽ വിരിഞ്ഞ പുഞ്ചിരി അവളുടെ മനവും ഹൃത്തും ഒരുപോലെ നിറയ്ക്കവേ തൻ്റെ പ്രാണനെ നോക്കി കാണുകയായിരുന്നു അവൻ. വീണ്ടും 1 മാസത്തിനു ശേഷം. മനുവേട്ട, കുറേ നേരമായോ വന്നിട്ട്? കാത്തിരുന്ന് മുഷിഞ്ഞോ? ഇല്ലടാ, ദാ ഇപ്പോൾ വന്നതേയുള്ളൂ. അതും പറഞ്ഞ് അവളുടെ നെറ്റിയിലെ അടരാറായ ചന്ദനം തൻ്റെ കൈകൾ കൊണ്ട് തൊട്ടെടുക്കുമ്പോഴേക്കും അവൻ്റെ നെറ്റിയിൽ ഇളച്ചീന്തിലെ ചന്ദനം ചാർത്തിക്കഴിഞ്ഞിരുന്നു മാളു. ക്ഷീണിച്ചല്ലോ എൻ്റെ മാളൂട്ടി, കഴിക്കാറൊന്നുമില്ലേ പെണ്ണേ? അത്1 മാസം കഴിഞ്ഞ് കാണുന്നത് കൊണ്ട് തോന്നുന്നതാ. ഞാൻ ഇപ്പോഴും മനുവേട്ടൻ്റെ പഴയ ഗുണ്ടുമണിയാ, കണ്ടില്ലേ? അവൾ തന്നെ കാണിച്ചുകൊണ്ട് ചോദിച്ചു. എൻ്റെ മാളൂട്ടിക്ക് ഒരു ചെറിയ മാറ്റമുണ്ടായാൽ പോലും അറിയുന്ന എന്നോടോ മോളെ? പറ, എന്താ കാര്യം? അത് പിന്നെ മനുവേട്ടനെ കാണാതെ ഞാൻ 1 മാസം എങ്ങനെയൊക്കെയാണ്. വാക്കുകൾ ഇടറി കണ്ണു നിറച്ചുകൊണ്ട് അവൾ പറഞ്ഞതും മനുവിൻ്റെ നെഞ്ചൊന്നു പിടഞ്ഞു. അവളെ ചേർത്ത് നിർത്തി കണ്ണു തുടച്ച് ആ നെറുകയിൽ തലോടി നിന്നു കുറച്ചു നേരം. അവളൊന്ന് ഓക്കെ ആയെന്ന് തോന്നിയപ്പോൾ അവൻ അവളെയും കൂട്ടി ആൽത്തറയിലിരുന്നു. നമുക്ക് വേണ്ടിയല്ലേ ഞാൻ പോയത്. നിന്നെ കാണാതെ എങ്ങനെയാ പിടിച്ചു നിൽക്കുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. നീ കൂടെ ഇങ്ങനെ ആയാൽ ഞാൻ എങ്ങനെയാ അവിടെ? അവൻ്റെ ശബ്ദവും ഇടറിയിരുന്നു. അതെ, ഇനി മുതൽ മനുവേട്ടൻ്റെ മാളൂട്ടി നല്ല കുട്ടിയാണ് കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യില്ല. സത്യം? മനുവേട്ടനാണേ സത്യം. ഞാൻ നാളെ പോകും. നിന്നെ കാണാൻ വേണ്ടി മാത്രം ഓടി വന്നതാ. അവിടെ തിരക്കാ, സീസൺ അല്ലേ. ഇനി എന്നാ വരിക? നെഞ്ചു വിങ്ങുന്ന വേദനയിലും കണ്ണുകൾ നനയാതെയും ശബ്ദമിടറാതെയും പരമാവധി നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ഇനി വിഷുവിന്. അപ്പോളെ ലീവ് കിട്ടൂ. അത്രയും നാളും നല്ല കുട്ടിയായിരിക്കണം. എൻ്റെ മാളൂട്ടി നന്നായി പഠിക്കണം, സമയത്ത് ആഹാരം കഴിക്കണം. എന്നെയും ആലോചിച്ച് ചുമ്മാ ഇരുന്ന് സമയം കളയരുത്, കേട്ടല്ലോ? അയ്യടാ, ആര് ഇയാളെ ആലോചിക്കുന്നു? ഞാൻ വല്ല നല്ല ചെറുക്കന്മാരെ ആലോചിച്ചിരുന്നോളാം. അങ്ങനെ നീ ആലോചിച്ചിരിക്കുന്ന ദിവസം എൻ്റെ മരണമാണ് മാളു. മനു പിന്നെയില്ല. എൻ്റെ ജീവനും ജീവിതവും നീയാണ്. എനിക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള ഏക പ്രതീക്ഷയാണ് നീ. അവൻ പറഞ്ഞു കഴിഞ്ഞതും അവളൊരു ഏങ്ങലോടെ അവൻ്റെ മാറിലേക്ക് ചാഞ്ഞു. എന്തിനാ മനുവേട്ട ഇങ്ങനെയൊക്കെ പറയുന്നേ? മാളുവിന് സങ്കടാവില്ലേ? അവൻ പതിയെ അവളെ അടർത്തി മാറ്റി കണ്ണൊക്കെ തുടച്ചു കൊടുത്തു. ദാ, കൂട്ടുകാരി നോക്കുന്നുണ്ട്. അവിടെ നിന്ന് പോയിക്കോ, വെറുതെ പ്രശ്നം ആവക്കണ്ട. വിളിക്കുവോ? ഇല്ലല്ലോ. കത്തെഴുതുവോ? അതും ഇല്ലല്ലോ. അവൻ പറഞ്ഞതും അവൾ മുഖം കോട്ടി തിരിച്ചു നിന്നു. ഇതൊന്നും ഞാൻ ചെയ്യില്ലെന്ന് എൻ്റെ മാളൂട്ടിക്ക് നല്ലോണം അറിയാലോ. ഇതൊന്നുമില്ലേലും ഈ നെഞ്ചു നിറയെ നീയാണ്. ശ്വാസം നിലയ്ക്കുവോളം അതങ്ങനെ തന്നെയായിരിക്കും. തുടങ്ങി വീണ്ടും വേണ്ടാത്ത ഓരോ വർത്തമാനങ്ങൾ. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ പെണ്ണെ, പൊയ്ക്കോ. പോട്ടെ. പൊയ്ക്കോ. ഇത് ഞാൻ വരുന്നത് വരെ ഒരു ധൈര്യത്തിനിരുന്നോട്ടെ എന്നും പറഞ്ഞ് മഞ്ഞൾ ചരടിൽ കോർത്തൊരു ആലിലെ താളി അവളുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. ഇനി പൊയ്ക്കോ. അവൻ അനുവാദം കൊടുത്തതും അവൾ അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു നിന്നു കുറച്ചു നേരം. അവളുടെ മനസ്സ് നിറയുന്ന ഓരോ വികാര വിചാരങ്ങളും ആ സ്പർശനത്തിൽ നിന്നും അവൻ തിരിച്ചറിഞ്ഞിരുന്നു. ചേർത്ത് പിടിച്ച് നെറുകയിൽ മുത്തുമ്പോഴും കണ്ണീര് നിറഞ്ഞൊപ്പുമ്പോഴും അവൻ്റെ കയ്യിലുള്ള അവളുടെ പിടി മുറുങ്ങിക്കൊണ്ടിരുന്നു. അവസാനം അവൻ തന്നെ പിടി വിടിപ്പിച്ച് അവളെ യാത്രയാക്കി. മാളു അകന്നു പോകും തോറും ഇടനെഞ്ചിലൊരു ഭാരം വന്നുകൂടി നിറയുന്നത് പോലെ അവന് തോന്നി. ഈ ഭൂമിയിൽ തനിക്ക് സ്വന്തം എന്ന് അവകാശപ്പെടാൻ ആകെയുള്ള സ്വത്താണവൾ. അനാഥനായ തനിക്ക് ദൈവം തന്ന നിധി. അവൻ്റെ ഓർമ്മകൾ 2 വർഷം പുറകിലോട്ട് പോയി. അവൻ്റെ മനസ്സിൽ താൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും എത്ര ആട്ടി അകറ്റിയിട്ടും തൻ്റെ പിന്നാലെ നടന്നു ശല്യപ്പെടുത്തിയ കൂവളക്കണ്ണുകളും തുമ്പപ്പൂവിൻ്റെ നൈർമല്യവുമുള്ള ഒരു +2കാരി നിറഞ്ഞു വന്നു. അനാഥൻ എന്ന കാരണം കൊണ്ട് ഞാൻ പല പ്രാവശ്യം അകറ്റി നിർത്തിയപ്പോഴും അതിലും കൂടുതൽ അവൾ തന്നെ സ്നേഹിച്ചു. പ്രൗഢമായ ചന്ദ്രമംഗലം തറവാട്ടിലെ ഏക പെൺതരി, 3 ആങ്ങളമാരുടെ ഒരേ ഒരു പെങ്ങൾ. അവളെ മോഹിക്കാൻ മാത്രം എന്ത് അർഹതയാണ് തനിക്കുള്ളത്, ജാതിയിലും സമ്പത്തിലുമെല്ലാം പിന്നിൽ. പക്ഷേ എൻ്റെ മാളു, അവൾ തൻ്റെ കുറവുകളെയാണോ സ്നേഹിച്ചത് എന്ന് പോലും തോന്നിപ്പോകും. അത്രയും ആത്മാവിലേക്ക് ഇറങ്ങിയിരുന്നു അവളുടെ സ്നേഹം. ആ സ്നേഹത്തെ കണ്ടില്ലെന്ന് നടിക്കുവാൻ തനിക്കായില്ല. അവിടുന്ന് അങ്ങോട്ട് തൻ്റെ ജീവനായി മാറുകയായിരുന്നു അവൾ.
തൻ്റെ മാളു. മാളു തിരിഞ്ഞു നോക്കുമ്പോഴും അവൻ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. എങ്ങനെയാണ് മനുവേട്ടൻ മനസ്സിൽ കൂടിയതെന്നറിയില്ല. അനാഥനാണെന്നറിഞ്ഞപ്പോൾ ഒഴിഞ്ഞു പോകാനല്ല, പകരം ആ അനാഥൻ്റെ അമ്മയും ചേച്ചിയും പ്രണയിനിയും ഭാര്യയും എല്ലാം ആവാനാണ് കൊതിച്ചത്. അതുകൊണ്ടാണ് എത്ര ആട്ടിയകറ്റിയിട്ടും സ്നേഹം കൊണ്ട് തോൽപ്പിച്ചത്. ഇനി മാളുവിന് വേറൊരു ജീവിതമില്ല. തൻ്റെ ജീവനും ജീവിതവും മനുവേട്ടനാണ്. തൻ്റെ ഡിഗ്രി കഴിയുമ്പോഴേക്കും ഒന്ന് സെറ്റിലാവാൻ വേണ്ടിയാണ് കോയമ്പത്തൂരുള്ള ഒരു പടക്ക കമ്പനിയിൽ ജോലി നോക്കുന്നത്. അഴിഞ്ഞാടാനാണോടി അമ്പലത്തിലേക്ക് പോകുന്നത്? നാട്ടുകൾ പറഞ്ഞിട്ട് വേണോ നിന്റെ കഥകൾ ഞങ്ങൾ അറിയാൻ? വലിയേട്ടാ, അത് മനുവേട്ടൻ. ചി വേണ്ടൊരു ദിവസത്തെ ഈ വീട്ടിൽ അവൻ്റെ പേര് പോലും. എന്ത് കണ്ടിട്ടാടി അന്യജാതിക്കാരനായ അവനെ നീ? ഛേ, അതും ഒരു അനാഥൻ. ഏത് പിഴച്ചവൾക്കുണ്ടായതെന്ന് ആർക്കറിയാം? മനുവേട്ടൻ അങ്ങനെ ഒന്നും പറയരുത്. കേട്ട് നിൽക്കില്ല ഞാൻ. അവൾ അവന് നേരെ ചീറി. അവളുടെ അഹങ്കാരം കണ്ടില്ലേ? നിന്നെ ഇന്ന് ഞാൻ. അതും പറഞ്ഞ് അവളെ തല്ലാൻ പോയ അവനെ മറ്റു രണ്ടേട്ടന്മാരും അച്ഛനും കൂടി പിടിച്ചു മാറ്റി. അമ്മ മാളുവിനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ സമയം അച്ഛനും ഏട്ടന്മാരും കൂടി എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച തിരക്കിലായിരുന്നു. രാത്രി മാളുവിൻ്റെ മുറിയിലേക്ക് 3 ഏട്ടന്മാരും അച്ഛനും കൂടെ കടന്നു വന്നു. അവരെ കണ്ടതും കരഞ്ഞു കളങ്ങിയ മിഴികളോടെ അഴിഞ്ഞുലഞ്ഞ മുടികൾ അവൾ ഒതുക്കി വെച്ച് അവൾ എഴുന്നേറ്റിരുന്നു. മാളു, അച്ഛനും ഏട്ടനും കുറച്ചു കാര്യങ്ങൾ മോളോട് പറയാൻ ആണ് വന്നത്. അച്ഛൻ പറഞ്ഞു തുടങ്ങിയതും അവൾ എന്താന്നുള്ള ഭാവത്തിൽ അവരെ നോക്കി. ഞങ്ങൾ മോളുടെ കല്യാണം അങ്ങ് ഉറപ്പിച്ചു. ഈ മീനത്തിൽ നടത്താനാ തീരുമാനം. ഇനി മോളോട് ചോദിക്കാനുള്ളത് സമ്മതമാണോ എന്നൊന്നുമല്ല. നിന്റെ സമ്മതം ഞങ്ങൾ നോക്കുന്നുമില്ല. നീ നാളെ മനുവിനെ കാണണം. നിന്റെ കല്യാണക്കാര്യവും പറയണം. മറിച്ചാണെങ്കിൽ അങ്ങനെ ഒരു പാഴ്ജന്മം ഈ ഭൂമിക്കൊരു ഭാരമായി വേണ്ടെന്ന് വെക്കും അച്ഛനും ഏട്ടന്മാരും കൂടെ. അറിയാലോ, തല്ലാൻ പറഞ്ഞ കൊന്നുകൊണ്ടുവരുന്നവരാ നിന്റെ ഏട്ടന്മാർ. കൊന്നു തള്ളും, ഇരുചെവി അവർ അറിയാതെ. ചോദിക്കാനും പറയാനും ആ തെണ്ടി ചെറുക്കന് ആരുമില്ലാത്തിടത്തോളം കാലം കേസിൽ നിന്നും തലയൂരി പോരാനും എളുപ്പം. വെറുതെ എൻ്റെ മോളായിട്ട് ആ പാവത്തിനെ കൊലയ്ക്ക് കൊടുക്കണോ എന്ന് ആലോചിച്ചോ? അതോ? വേണ്ട വേണ്ട അച്ഛാ, അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. ആ പാവത്തിനെ ഒന്നും ചെയ്യരുത്. ഇതൊക്കെ മുമ്പിൽ കണ്ടിട്ടാവും കാല് പിടിച്ച് പറഞ്ഞത് എന്നോട് വേണ്ടാന്ന്. ഞാനാ വീണ ആ പാവത്തിന്. ഒന്നും വേണ്ട, അതിനെ ജീവിക്കാൻ സമ്മതിച്ചാൽ മാത്രം മതി. ഞാൻ കാരണം മനുവേട്ടന് ഒന്നും സംഭവിക്കരുത്. എന്ത് വേണേലും തീരുമാനിച്ചു. എനിക്ക് സമ്മതമാണ്. മനുവേട്ടനൊന്നും ചെയ്യരുത്. അവൾ അച്ഛൻ്റെ കാൽക്കലിലേക്ക് വീണ് കരയാൻ തുടങ്ങി. അയാളുടെ ചുണ്ടിൽ ക്രൂരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. അതും ചുറ്റും കൂടി നിന്ന 3 ആൺമക്കളിലേക്കും പരന്നു. തങ്ങളുടെ പ്ലാൻ വിജയിച്ച സന്തോഷത്തിൽ അവർ മുറിവിട്ട് ഇറങ്ങുമ്പോഴും അലറിക്കരയുകയായിരുന്നു മാളു. തൻ്റെ പ്രാണനാണ് പറിച്ചെടുത്തു കൊണ്ടു പോകുന്നത്. കൊടുത്തേ പറ്റൂ. ആ ജീവനേക്കാളും വലുതല്ല തനിക്കൊന്നും. എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം മതി തനിക്ക്. പക്ഷേ അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ തനിക്കാകുമോ? മരിച്ചു പോകില്ലേ താൻ? എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു അവൾ എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. പിറ്റേന്ന് ജോലിക്ക് പോകാൻ വീട്ടിൽ നിന്നും ഇറങ്ങി പാടവരമ്പത്തെത്തിയതും മാളുവിനെ കണ്ടു മനു അമ്പരന്നു. അവളുടെ കരഞ്ഞു വീർത്ത കണ്ണുകളും അഴിഞ്ഞുലഞ്ഞ മുടികളും മുഖത്തെ നിസ്സംഗഭാവവും അവൻ്റെ ഉള്ളിൽ. അവനൊരാന്തലോടെ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. മാളൂട്ടി, എന്താ എന്താ പറ്റിയേ? അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞ പരിഭ്രമം തിരിച്ചറിഞ്ഞിട്ടും അവൾ ആ നിർവികാരതയോടുകൂടെ നിന്നു. മാളു, എന്തേലും ഒന്ന് പറ പ്ലീസ്. നിനക്കെന്താ പറ്റിയേ? മനുവേട്ടാ, അച്ഛനും ഏട്ടന്മാരും കുറച്ച് മാറി നിന്ന് നമ്മളെ നോക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്നോട് ഒന്നും ചോദിക്കരുത്. ഇന്ന് രാത്രി സർപ്പക്കാവിൽ കാത്തു നിൽക്കണം. ഞാൻ ഇറങ്ങി വരും. എവിടെയും പോയി ജീവിക്കാം. മരിക്കാനാണെങ്കിൽ അങ്ങനെ കാത്തിരിക്കണം. വന്നില്ലെങ്കിൽ മാളു മരിച്ചെന്ന് കരുതിക്കോ. പറഞ്ഞു കഴിഞ്ഞതും അവൻ്റെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവൾ നടന്നു നീങ്ങി. കാര്യമറിയാതെ മനു ഒരു വേള അവിടെ പകച്ചു നിന്നു. മാളുവിൻ്റെ കൂടെ അമ്മ കൂട്ടുകിടപ്പുണ്ട്. രാത്രി അമ്മ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ മാളു പതിയെ എഴുന്നേറ്റ് റൂം തുറക്കാൻ നോക്കിയതും അത് പുറത്തുനിന്നും ലോക്കായിരുന്നു. താൻ തോറ്റുപോയെന്ന് വേദനയോടെ അവൾ മനസ്സിലാക്കിയതും തന്നെയും കാത്ത് സർപ്പക്കാവിൽ നിൽക്കുന്ന മനുവിൻ്റെ മുഖം അവളുടെ ഉള്ളിൽ നോവിൻ്റെ നെരിപ്പോട് നിറച്ചു. അലറിക്കരയാൻ പോലുമാകാതെ ഒരുതരം നിർവികാരതയോടെ പ്രജ്ഞയറ്റവളെപ്പോലെ അവൾ താഴേക്ക് ഊർന്നു വീണു. അപ്പോൾ പുറത്തു കാവിൽ നിന്ന് അച്ഛൻ്റെയും ചേട്ടന്മാരുടെയും മുഖത്ത് വിരിഞ്ഞ ക്രൂരതയുടെ ഗൂഢമായ പുഞ്ചിരി. രാവിലെ കണ്ണു തുറന്നതും റൂം തുറന്നു കിടക്കുന്നത് കണ്ട് വീട്ടിലെ ആരെയും കാണാതെയായപ്പോൾ മനു കൊടുത്ത താലി മാത്രം എടുത്തു മാളു പുറത്തേക്കോടി. മനുവിൻ്റെ വീട്ടിലേക്ക് അടുക്കും തോറും കണ്ട ആൾക്കൂട്ടം അവളുടെ
നെഞ്ചിടിപ്പുയർത്തി. മനസ്സിൽ ഭീതിയുടെ വിത്തുകൾ മുളച്ചു. നല്ല ചെറുക്കനായിരുന്നു, അതിൻ്റെ ഒരു വിധി, അല്ലാതെ എന്ത്. ആയുസെത്തി, അത്ര തന്നെ. ഇത്രയും വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതിയ മതി, അല്ലാതിപ്പോ. എന്നാൽ ആ ചെറുക്കൻ ഈ വിധി വന്നല്ലോ. മാളുവിൻ്റെ ചെവിയിൽ ആൾക്കാരുടെ പിറുപിറുക്കലുകൾ ഒരിടുത്തി പോലെ മുഴങ്ങിക്കേട്ടു. ആൾക്കാരെ വകഞ്ഞു മാറ്റി അകത്ത് കയറിയതും കണ്ണിൽ പതിഞ്ഞത് വെള്ള പുതപ്പിച്ച് കിടത്തിയ തൻ്റെ പ്രാണന്റെ ചേതനയേറ്റ ശരീരമാണ്. വിഷം തീണ്ടേതത്രേ. എന്നാൽ ഈ ചെറുക്കൻ എന്തിനാ ആ സമയത്ത് കാട്ടിൽ പോയത്? മാളുവിൻ്റെ ചെവിയിൽ പതിഞ്ഞ ഓരോ വാക്കുകളും അവളെ തീച്ചൂളയിൽ ഒരുക്കാൻ കെൽപ്പുള്ളതായിരുന്നു. ബോധമറ്റ് നിലത്തേക്ക് വീഴുമ്പോഴും കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു അവൻ തന്ന ആദ്യത്തെയും അവസാനത്തെയും പ്രണയ സമ്മാനം, ആ ആലിലത്താലി. ദിവസങ്ങൾക്കു ശേഷം മാളുവിൻ്റെ മുറിയുടെ മുമ്പിൽ കണ്ണീരോടെ നിൽക്കുകയാണ് അച്ഛനും ഏട്ടന്മാരും. നഷ്ടപ്പെടുത്തിയതിനെക്കുറിച്ച് ഓർത്തു വിലപിച്ചിട്ട് എന്ത് കാര്യം? കാലം എത്ര കഴിഞ്ഞാലും, നവയുഗങ്ങൾ പിറവിയെടുത്താലും, ജാതിയുടെയും പ്രതാപത്തിൻ്റെയും തുലാസിൽ വെച്ച് നോക്കുമ്പോൾ പ്രണയത്തിൻ്റെ തട്ട് ഇപ്പോഴും മുകളിലാണ്. തങ്ങൾ നശിപ്പിച്ചു കളഞ്ഞ പൊന്നുമകളുടെയും കുഞ്ഞിപ്പെങ്ങളുടെയും ജീവിതത്തെ ഓർത്ത് കണ്ണീർ പൊഴിക്കുവാൻ പോലും അർഹതയില്ലാതെയായിരിക്കുന്നു അവർക്ക്. ചങ്ങലയുടെ നേരിയ കിലുക്കം കേൾക്കുന്നുണ്ട്. വാതിലിൻ്റെ പാളി മെല്ലെ ഒന്ന് തുറന്നു നോക്കി. അതിനു മാത്രമുള്ള അവകാശമേ അവർക്കുള്ളൂ. കാരണം ഉള്ളിലേക്കുള്ള പ്രവേശനം വിലക്കിയിരിക്കുന്നു അമ്മ. പെറ്റ വയറിൻ്റെ നോവിൽ തീർത്ത പ്രതികാരം. അത്രയെങ്കിലും ചെയ്യണ്ടേ? കട്ടിലിനോട് ചേർന്ന് അവൾ ഇരിപ്പുണ്ട്. കാലിൽ ചങ്ങല കൊണ്ട് ഉരഞ്ഞ പാടുകൾ, കണ്ണുകൾ കുഴിഞ്ഞു കവിളൊട്ടി പല്ലുന്തിയ ഒരു രൂപം. പഴയ മാളുവിൻ്റെ രൂപത്തോട് പേരിന് പോലും സാമ്യത തോന്നാത്ത തരത്തിൽ കൈകളിൽ മുറുകി പിടിച്ച താലിയെ നോക്കി ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ പുലമ്പുന്നു. ഉറങ്ങുവാ. മാളു വിളിച്ചിട്ട് എഴുന്നേറ്റിട്ടില്ലല്ലോ. ഉറങ്ങുവാ മനുവേട്ടൻ. പിണക്കാ മാളുവിനോട്? മിണ്ടില്ലല്ലോ മാളുവിനോട്. ആ മുറിയിൽ നിന്നും നേർത്ത ചങ്ങലക്കിലുക്കവും അവളുടെ കുഞ്ഞു വിതുമ്പലുകളും പരിഭവം നിറഞ്ഞ സ്വരവും മാത്രം പുറത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. മനുവിൻ്റെ ആത്മാവിലേക്ക് അവളുടെ ആത്മാവ് ലയിക്കുന്നത് വരെ.